വലിയ പ്രതിഷേധത്തിന് പോലീസ് നടപടിക്കൊക്കെ തന്നെയാണ് ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷിയായത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തിയ പാർലമെന്റ് മാർച്ചാണ് സംഘർഷഭരിതമായത്. പാർലമെന്റിന് സമീപത്തെത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. CJP സമരം പാർലമെന്റിനകത്തും ഇന്ത്യ സഖ്യ യോഗത്തിനും തർക്കങ്ങൾക്കാണ് വഴിവെച്ചത്. കേന്ദ്ര സർക്കാരുമായി CJP നടത്തിയ തർക്കം ലക്ഷ്യം കാണാതെ വന്നതോടെ തുടർ സമര പരിപാടികൾക്ക് CJP രൂപം നൽകും. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ജന്തർ മന്ദർ വിടില്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രഖ്യാപനം. അതിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ടെന്ന വാദം കേന്ദ്രം നിഷേധിച്ചതിന് പിന്നാലെ കൂടിക്കാഴ്ചയുടെ ചിത്രം CJP പുറത്തുവിടുകയും ചെയ്തു. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്, വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. ഇതിനിടയിൽ പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അതിൽ പ്രധാനമായും നിൽക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ശ്രീജ, ഇപ്പോൾ അടുത്ത നീക്കം എന്ത് എന്നത് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ജന്തർ മന്ദറിലെ സമരം അവസാനിക്കുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ജന്തർ മന്ദർ ഒഴിയില്ല എന്നാണ് ഇപ്പോൾ അല്പസമയം മുൻപ് CJP പ്രഖ്യാപിച്ചത്. ജന്തർ മന്ദറിലെ വേദി നേരത്തെ പോലീസ് ഇടപെട്ട് പൊളിച്ചു നീക്കിയിരുന്നു. പക്ഷെ വേദി പൊളിച്ചു നീക്കിയാലും തങ്ങൾ ജന്തർ മന്ദർ ഒഴിയില്ല എന്നാണ് ഇപ്പോൾ CJP വക്താവ് കൂടിയായ അശുതോഷ് റാങ്ക് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ CJP മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളായിരുന്നു കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കാരണക്കാരനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, പോലീസ് തടങ്കലിലുള്ള സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു CJP മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ചർച്ച ആദ്യം നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരും JP നഡ്ഡയും വാദിച്ചത്. എന്നാൽ പിന്നീട് CJP വക്താക്കൾ JP നഡ്ഡയ്ക്കൊപ്പം ചർച്ചയ്ക്കിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ചർച്ച പരാജയപ്പെട്ടു. തുടർ സമരം CJP പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിനം പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു CJP പ്രവർത്തകർ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് CJPയുടെ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹി ജന്തർ മന്ദറിൽ ഇന്നലെ രാത്രി മുതൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പോലീസും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയത്. സൈനിക, അർദ്ധസൈനിക വിഭാഗത്തെയും ആംഡ് പോലീസിനെയും എല്ലാം തന്നെ CRPF ഉൾപ്പെടെയുള്ള വിഭാഗത്തെയും എല്ലാം തന്നെ അണിനിരത്തിയാണ് ജന്തർ മന്ദറിലും പാർലമെന്റിലും സുരക്ഷ ഉറപ്പുവരുത്തിയത്. കൂടാതെ ഈ ജന്തർ മന്ദറിന് സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകളെല്ലാം തന്നെ അടച്ചുപൂട്ടുകയും ഡൽഹിയിൽ ഇന്റർനെറ്റ് നിരോധനം സെൻട്രൽ ഡൽഹിയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പക്ഷേ CJP പ്രവർത്തകർ ഒരേ സ്ഥലത്ത് നിന്ന് ഈ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുന്നതിന് പകരം വ്യത്യസ്ത പാതകളിലൂടെ പാർലമെന്റിന് സമീപത്തേക്ക് പോകാൻ ശ്രമിച്ചു. കർഷക സമരത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് ഇത്രയും വലിയ രീതിയിൽ ഒരു മാർച്ച് നടക്കുന്നതും ആദ്യമായാണ്. പാർലമെന്റിന്റെ 50 മീറ്റർ ചുറ്റളവിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ മാർച്ച് എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കണ്ണീർ വാതകം പ്രയോഗിക്കാനും അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്താനും പോലീസ് തയ്യാറായത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറും ഉണ്ടായിരുന്നു. എന്തായാലും വേറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിൽ ഈ മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസിന് സാധിച്ചു. പക്ഷെ ഇപ്പോഴും ഡൽഹി ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ തുടരുന്ന സമര പന്തലിനടുത്ത സ്ഥലത്ത് പ്രവർത്തകർ ഒത്തുകൂടിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇവരുടെ വാഹനത്തിന്റെ കാറ്റ് ഉൾപ്പെടെ പോലീസ് ഊരിവിട്ടിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും CJP പ്രവർത്തകർക്കുമുള്ളത്. ഇനിയും പാർലമെന്റിന്റെ വരും ദിവസങ്ങളിലും പാർലമെന്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് MP-മാരോട് CJP അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ ആദ്യ ദിനം തന്നെ ഈ CJP സമരത്തെ കുറിച്ചുള്ള ചർച്ച വലിയ പ്രതിഷേധമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് കൂടാതെ ഇന്ത്യ മുന്നണി യോഗത്തിലും ഈ CJP സമരം വിവാദങ്ങൾക്ക് വഴിവെച്ചു. കോൺഗ്രസിലെ ഒരു അംഗം CJP സമരം സ്പോൺസർ
രജിസ്റ്റേർഡ് ആണ് എന്നൊരു ആരോപണം ഉന്നയിച്ചതിനെ ഇടത് അംഗങ്ങൾ എതിർത്തതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നത്. തന്നെയും ഉണ്ടായിരുന്നു. ശരി വിഷ്ണു, എന്ന് തന്നെ ആയാലും ഇത്രയും നാളും നടത്തി വന്ന സമരം അത് അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ ദിവസം രാജ്യ തലസ്ഥാനം കണ്ടത്. പാർട്ടികൾ കൂട്ടത്തോടെ എത്തുന്നു, അതിൽ പോലീസ് നടപടി ഉണ്ടാകുന്നു, ഇനിയും പിന്മാറില്ല എന്നുള്ളത് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഹ്വാനവും. വിഷ്ണുപ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.